അപ്പം നമ്മുടെ ലോങ് ഐലൻഡ് ഐസ് ടീ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടു. വെൽക്കം ബാക്ക് ഗൈസ്, വെൽക്കം ടു നോട്ട് ദ പോയിന്റ്. അപ്പം നോട്ട് ദ പോയിന്റിന്റെ പുതിയ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി കോക്ടെയിലുമായിട്ടാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോക്ടെയിലൊക്കെ ഓർഡർ ചെയ്തിട്ട് പക്ഷെ ഒരെണ്ണം കഴിച്ചിട്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് നല്ലൊരു മൂഡൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓർഡർ ചെയ്യണം. ഇതിന്റെ പേരാണ് ലോങ് ഐലൻഡ് ഐസ് ടീ. അപ്പം ഇതിനകത്ത് നമ്മൾ 5 ഡിഫറെന്റ് സ്പിരിറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് സഹിച്ചേട്ടൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. സഹിച്ചേട്ടാ, എങ്ങനെയാണ് നമ്മൾ ലോങ് ഐലൻഡ് ഐസ് ടീ ഉണ്ടാക്കുന്നത്? ഇതൊരു ഭയങ്കര നല്ല സ്ട്രോങ് ഡ്രിങ്ക് ആണ്. സ്ട്രോങ് ഡ്രിങ്ക് ആണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പം ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു മെനു എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പം ഞാൻ ഇപ്പം സൈസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് ഡ്രിങ്ക് ഒന്നും കഴിച്ചാൽ ഒന്നും ആവത്തില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസ് നോക്കും. അപ്പം അതിനകത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ ഉള്ള ഏത് കോക്ടെയിലാന്ന് നോക്കും. അപ്പം എൻ്റെ മുന്നിൽ വരുന്നത് എപ്പോഴും ലോങ് ഐലൻഡ് ഐസ് ടീ ആണ്. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ കണ്ടപാനം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ, കാരണം ഇത് 5 സ്പിരിറ്റ് ഒഴിച്ചാൽ തന്നെ ഇത് നമ്മൾ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈം ജ്യൂസ് നമ്മൾ ചേർക്കുന്നത്. അതുപോലെ കൊക്കോ കോളയാണ്. അപ്പൊ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ഇത്. പക്ഷെ അത് ആൽക്കഹോളിക് കണ്ടന്റ് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും അല്പം കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ഡ്രിങ്ക് വാങ്ങിക്കുമ്പോഴത്തേക്കും ഒരെണ്ണം കഴിച്ചിട്ടുണ്ടെന്നുള്ള ഒരു മനസ്സിലൊരു ധാരണ വേണം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ശരിക്കും അത് എൻജോയ് ചെയ്ത് കഴിക്കാവുന്ന നല്ലൊരു പെർഫെക്റ്റ് ഡ്രിങ്ക് എന്ന് പറയാം ഇത്, ലോങ് ഐലൻഡ് ഐസ് ടീ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഐസ് എടുത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡ്രിങ്ക്സ് എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിനകത്ത് കഴിക്കാനായിട്ട്. നമ്മൾ ഓരോ കോക്ടെയിൽ ഉണ്ടാക്കുമ്പോഴും അതിന് പറ്റിയതായിട്ടുള്ള ഗ്ലാസും നമ്മൾ ചൂസ് ചെയ്യണം. അപ്പം ഇതിനകത്ത് നമ്മൾ കുറച്ച് വലിയ ഗ്ലാസ് നമ്മൾ ചൂസ് ചെയ്യണം. അതിനകത്തേക്ക് നമ്മൾ ഐസ് നിറയ്ക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് 5 ഡിഫറെൻറ്റ് സ്പിരിറ്റ്സ് ആഡ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പം സൈസിനകത്ത് ഓരോ ആഡ് ചെയ്യണം. ഒന്ന് ഇത് ബോംബെ സഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല 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 ജിന്നാണിത്. അപ്പം ഇത് എന്താ ഒരു 5 ml 7 ml അനുസരിച്ച് ഒഴിക്കുക. അതിനകത്ത് ബക്കാഡി, ടെക്കീല, ട്രിപ്പിൾ സെക്, പിന്നെ അതുപോലെ തന്നെ ലൈം ജ്യൂസ്. ലൈം ജ്യൂസും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ലൈമിൻ്റെ ഒരു ഫ്ലേവറുമായി. പിന്നെ അല്പം ലൈം കോറിയൽ. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഇനി നമ്മൾ കൊക്ക കോള ഒഴിക്കുക. അപ്പം ശരിക്കും പറഞ്ഞാൽ ബേസ് ഇതിന്റെ കൊക്ക കോളയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ഡിഫറെന്റ് സ്പിരിറ്റ്സ് ഉണ്ട്. ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പം നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലെ കോക്ടെയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഷേക്കർ മേടിക്കുന്നത് നല്ലതായിരിക്കും. അത്ര വലിയ വിലയൊന്നുമില്ല. പക്ഷേ ഏതൊരു കോക്ടെയിൽ ഉണ്ടാക്കുമ്പോഴും നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഷേക്കർ നമ്മൾ മേടിക്കണം. അപ്പം നമ്മുടെ ബോംബെ സഫയറിൽ 40% ആൽക്കഹോൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്മിർനോഫിനകത്ത് 37.5 ആൽക്കഹോൾ ഉണ്ട്. ബക്കാഡിയിൽ അതുപോലെ തന്നെ 37.5% ആൽക്കഹോൾ ഉണ്ട്. ടെക്കീലയിൽ 38% ഉണ്ട്. ട്രിപ്പിൾ സെക്കിൽ അതുപോലെ 20% ആൽക്കഹോൾ ഉണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും ഒരു മിക്സാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, നമുക്കൊരു ഗാർണിഷിന് വേണ്ടിയിട്ട് നമുക്കൊരു ലെമൺ കട്ട് ചെയ്ത് ഗാർണിഷ് ചെയ്യാം. അപ്പം ഇപ്പോൾ നമ്മൾ ഏത് ഫ്ലേവറാണോ അത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഗാർണിഷും സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ കണ്ടു ലൈം ജ്യൂസ് ഒഴിക്കുന്നത്.
അപ്പം നമ്മൾ റെഡിയാണ്. ലോങ് ഐലൻഡ് ഐസ് ടീ റെഡിയാണ്. അപ്പം നമ്മൾ ഒരു സ്ട്രോ ഇട്ട് അതങ്ങ് ഫിനിഷ് ചെയ്യാം. അപ്പം നമ്മുടെ ലോങ് ഐലൻഡ് ഐസ് ടീ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടു. അപ്പം അത് എങ്ങനെയുണ്ടെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പം ജസ്റ്റ് ഒന്ന് പതുക്കെ ഇതൊന്ന് ഇളക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു ഫ്ലേവർ എല്ലായിടത്തേക്കും എത്തുള്ളൂ. ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതിപ്പം ഇത്രയും ആൽക്കഹോൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നില്ല അത് കുടിക്കുമ്പം. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു 5 ഡിഫറെന്റ് ടൈപ്പ് സ്പിരിറ്റ്സ് ഉണ്ടെന്ന്. പക്ഷെ കുടിക്കുമ്പോൾ അത്രയൊന്നും തോന്നുന്നില്ല. ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നത് ഞാൻ നിങ്ങളെ പറയാം. ഓക്കെ. അപ്പം നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഡ്രിങ്ക് ആണ്. അപ്പം എനിക്ക് ഉറപ്പാണ് ഈ ലോങ് ഐലൻഡ് ഐസ് ടീ എന്ന് പറയുന്ന ഈ കോക്ടെയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തും. അപ്പം ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതറിയാൻ വേണ്ടിയിട്ട്, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം താങ്ക് യു. സീ യു സൂൺ. നോട്ട് ദ പോയിന്റ്. താങ്ക് യു.